ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാണ് ഗായ്സ്. ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ എടുക്കാറായല്ലോ. അപ്പോൾ കിച്ചുവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുവാണ്. ചേട്ടൻ തന്നെ ഉണ്ടാക്കുക, അന്ന് കമ്പിയൊക്കെ വളച്ച് ഇങ്ങനെ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇത് കണ്ടോ, അവൻ എന്തോ അളവെടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്ന്. അല്ല, ഞാനും പറഞ്ഞു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ എന്തോ ഒരു പാട്ടയിലൊക്കെ പിടിച്ചു തരാൻ പറഞ്ഞ എന്തോ അളവെടുക്കുക. പിന്നെ ഈ സംഭവം ആ ബാസ്ക്കറ്റൊക്കെ അങ്ങ് മാറ്റിയിട്ട് പിന്നെ ഒരു ഫ്ലാസ്കിൽ വെച്ച് എന്തോ ഇങ്ങനെ റൗണ്ടൊക്കെ ആക്കി. ഇവൻ എന്ത് ചെയ്താലും എനിക്ക് തുടക്കം മനസ്സിലാവത്തില്ല. പണി കഴിഞ്ഞിട്ടേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. ഇങ്ങനായിരുന്നല്ലേ ഉദ്ദേശിച്ചത്. ഇവൻ പറഞ്ഞു തരുമ്പോൾ എനിക്ക് കത്തത്തില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ റൗണ്ട് ചെയ്തപ്പോഴും ഞാൻ ഓർക്കും എന്തോ ക്രിസ്മസ് ട്രീ എന്തോ ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക. അപ്പം ടീച്ചർ എടുത്തിരിപ്പുണ്ടേ. ഞാനിങ്ങനെ ആലോചിക്കുക എന്തോ ഈ ചെയ്യുന്നതെന്ന്. അപ്പം ഞാനിങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ ഇവൻ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് അവസാനം ഒരു ചെറിയ കത്ത് കിട്ടി കേട്ടോ. അതേട്ടെ, ഇവൻ ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതായിരുന്നല്ലേ സംഭവം എന്ന്. പിന്നെ അവൻ എന്തോയിലൊക്കെ എനിക്ക് വെച്ച് ഒരു സ്റ്റാൻഡ് പോലെ ഇങ്ങനെ ഉണ്ടാക്കി എനിക്ക് വെച്ച് കാണിച്ചു. അപ്പം ഇത് കൊള്ളാം സംഭവം, ഇവൻ്റെ ഒരു ബുദ്ധി എന്നൊക്കെ ഓർത്തു. പിന്നെ ഞങ്ങൾ പുറത്ത് പോയപ്പം ആ തോരണം അങ്ങ് മാറ്റി കേട്ടോ. അത് മാറ്റിയിട്ട് ഞങ്ങൾ വേറൊരെണ്ണം വാങ്ങിയിട്ട് അതിൽ അവൻ പറഞ്ഞ് സ്നോ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു, ഇതാകുമ്പോൾ ഒരു നല്ല രസമാണ് കാണാൻ. അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അത് അഴിച്ചിട്ട് ആ നേരത്തെ കെട്ടിയ പച്ച അഴിച്ചിട്ട് ഇപ്പം വേറൊരെണ്ണം കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കിച്ചു നല്ല ഉറക്കമാണ്. കിച്ചു ഉണർന്നു കഴിഞ്ഞ് ഇതെല്ലാം വലിച്ചു വാരി ഇടും. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അല്ല, ഈ വീഡിയോ എടുത്തുകൊണ്ട് ഇത് ഷൂട്ട് ചെയ്ത സമയത്ത് കിച്ചു ഉറക്കമായിരുന്നു. ഞങ്ങൾ സ്റ്റാറൊക്കെ നേരത്തെ ഇട്ട് കേട്ടോ. 2 സ്റ്റാർ ഇട്ടു. ഒരെണ്ണം മാനത്ത് നിൽക്കുന്ന പോലെ വിട്ടു കേട്ടോ. മാനത്ത് നിൽക്കുന്ന പോലെ സ്റ്റാർ വിട്ടു. പിന്നെ ഒരെണ്ണം അല്ലാതെ വിട്ടു. ആ പച്ച മാനത്ത് നിൽക്കുന്ന പോലെ എടുത്തത് കഴിഞ്ഞ വർഷത്തെ കേട്ടോ. ഈ വെള്ള സ്റ്റാറായി ഇപ്പോൾ എടുത്തത്. പിന്നെ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൂടെ എന്തെങ്കിലും പണിതാ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞെങ്കിൽ ഇത് ഞാൻ പിടിച്ചോണ്ടിരിക്കുക, അവൻ ചുറ്റാന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചോണ്ടിരുന്ന അവസാനം കൈ കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. പക്ഷേ മറ്റേതിനെക്കാട്ടി ഇത് കൊള്ളാം കേട്ടോ. അവൻ പറഞ്ഞ ശരിയായിരുന്നു, സ്നോയുടെ ഫീലൊക്കെ തോന്നുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇവൻ ഇത്രയും ബുദ്ധിയോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറേ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണ്ടേ, മണി, ബോള്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടാൻ പോവാണ്. അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും സൂപ്പറായിരുന്നു. നിങ്ങളെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി ഞങ്ങൾ അതിടുവാണ്, മണിയും സംഭവങ്ങളൊക്കെ ഇടുക. അപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിച്ചു ഒന്ന് ഉണർന്നു കേട്ടോ. ഇത്രയും സാധനങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ. ഈ വട്ടം കുറച്ച് സാധനമേ വാങ്ങിക്കേണ്ടതായിട്ട് വന്നുള്ളൂ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പുൽക്കൂട് ഞങ്ങൾ ഉണ്ടാക്കിയില്ല ഈ വട്ടം എന്നല്ല, ഇനി ഉണ്ടാക്കുമായിരിക്കും, ഇന്നോ നാളെ ഉണ്ടാക്കുമായിരിക്കും, അറിയത്തില്ല. ഇന്ന് ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിച്ചു ഒന്ന് എണ്ണീച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു എനിക്ക് വേറെ എന്തെങ്കിലും ജോലി തരാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ നൂലെടുത്തോട്ടോ, നൂല് കണ്ടിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പല്ലൊക്കെ വെച്ചിട്ട് കണ്ടിച്ച് കൊടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് കിച്ചു എണ്ണീച്ച് വീണ്ടും ഞാൻ അമ്മയുടെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും കിച്ചുവിനെ അച്ഛൻ എടുത്തോണ്ട് വന്നു. പപ്പ എടുത്തോണ്ട് തന്നിട്ട് അവനിങ്ങനെ വലിച്ചു പറിക്കാൻ പോകാൻ നേരത്തെ ഞങ്ങളൊരു ബോളൊക്കെ കൈ കൊടുത്തു. പിന്നെ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഞാൻ കുലുക്കി നോക്കിയത്, അതിൻ്റെ ഒരു മണി ഇളകി താഴെ പോയി. അതിൻ്റെ എനിക്ക് വായിരിക്കുന്ന ചീത്തയും കേട്ടു. അങ്ങനെ ഞങ്ങൾ മണി ഇളകിപ്പോയത് പിന്നെ ഫിറ്റൊക്കെ ചെയ്തു കേട്ടോ. ഫിറ്റ് ചെയ്യുക ഇത്. അപ്പോൾ ഈ സ്റ്റാൻഡിൽ നിന്ന് എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് തൂക്കിയിടാം, ഇതുപോലെ തൂക്കിയിടാം, താഴെ വെച്ച് കഴിഞ്ഞാൽ കിച്ചു എന്തായാലും എടുത്ത് കുളമാക്കുന്നു. അതുകൊണ്ട് പുൽക്കൂട് ഉണ്ടാക്കാനും ഞങ്ങളിങ്ങനെ വിചാരിക്കും എവിടെ ഉണ്ടാക്കും. ഇവൻ താഴെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം വലിച്ചു വരയ്ക്കും ഗൈസ്. അതുകൊണ്ട് അപ്പം ഇവൻ മണ്ടയ്ക്ക് ഇങ്ങനെ തൂക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു ഈ ക്രിസ്മസ്. കഴിഞ്ഞ കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഈ മരത്തിലുണ്ടാക്കും, അല്ലാതെ ഞങ്ങൾ ഒരു ചെടിച്ചട്ടിയിലൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. അതൊക്കെ സൂപ്പറായിരുന്നു. ഈ വട്ടത്തെ എനിക്കിഷ്ടപ്പെട്ടു. എന്താണ് ഞങ്ങൾ 2 സ്റ്റാറും തൂക്കിയിട്ട് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയും കണ്ട് പ്ലീസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഇത്രയുള്ളത് ഞങ്ങൾ ലൈറ്റൊക്കെ കത്തിച്ചേട്ടോ. അയ്യോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.